അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദാമ്പത്യം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ശീലങ്ങളാണ് നാം ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഈ ശീലങ്ങൾ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ദാമ്പത്യം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ശീലങ്ങൾ, ഈ ശീലങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഒന്നാമതായിട്ട് പറയുന്നത്, നിങ്ങൾ എവിടെയാണ് എന്ന് പരസ്പരം അറിയിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ, നിങ്ങൾ എവിടെയാണ്? ഭർത്താവിനോട് പറയാതെ ഭാര്യ പുറത്തു പോകുക, അല്ലെങ്കിൽ ഭാര്യയോട് പറയാതെ ഭർത്താവ് എങ്ങോട്ടെങ്കിലും പോവുക. ഈ പരിപാടികളൊക്കെ നിർത്തുക. എന്ത് ചെയ്യുക? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. നിങ്ങൾ എവിടെയാണെന്ന് പരസ്പരം അറിയിക്കുക. നിങ്ങൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും, അത് ഭർത്താവായാലും ഭാര്യയായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുക. അവൾ ഭാര്യയല്ലേ, എന്നാൽ അവളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് ഭർത്താക്കന്മാർ ചിന്തിക്കാൻ പാടില്ല. ഭാര്യയായാലും ഭർത്താവായാലും എങ്ങോട്ടാണ് പോകുന്നതെന്ന് പരസ്പരം ഷെയർ ചെയ്യുക, പരസ്പരം അറിയിക്കുക. ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഐക്യത്തിൽ നല്ല മാറ്റം ഉണ്ടാക്കും, നല്ല സന്തോഷം നൽകും. രണ്ടുപേർക്കും പരസ്പരം നല്ല സന്തോഷം നൽകുന്നതാണ്, നല്ല ഒരു മാറ്റം തരുന്നതാണ്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങളുടെ ഇണ ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥനാകുമ്പോൾ എന്ത് ചെയ്യുക? ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഭർത്താവായാലും ഭാര്യയായാലും എന്തെങ്കിലും വിഷമങ്ങളിലൊക്കെ നിൽക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ആ വിഷമങ്ങൾ പരസ്പരം പങ്കിടുക എന്നല്ലാതെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. അവരെ കെയർ ചെയ്യുക, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക, അവരെ പരിഗണിക്കുക, അവരെ സംരക്ഷിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ കൂടുതൽ അവരെ അസ്വസ്ഥരാക്കുകയല്ല വേണ്ടത്. അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അവരുടെ പ്രശ്നം മനസ്സിലാക്കി അവരോടൊപ്പം ഇണങ്ങുക, അവരോടൊപ്പം ചേരുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ കുടുംബജീവിതം എത്ര സന്തോഷമായിരിക്കും അല്ലേ? അവരുടെ ബുദ്ധിമുട്ടുകൾ എത്രയും പെട്ടെന്ന് മാറിക്കിട്ടും, അവരുടെ വിഷമം എത്രയും പെട്ടെന്ന് മാറിക്കിട്ടും അല്ലേ? അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ്. പരസ്പരം വിട്ടുവീഴ്ച. ഇണകൾ തമ്മിൽ എല്ലാ കാര്യത്തിനും വാശി പിടിക്കാതെ, വെറുതെ വാശി പിടിക്കാതെ അല്ലെങ്കിൽ വെറുതെ കലഹിക്കാതെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക, പരസ്പരം മനസ്സിലാക്കുക എന്നത് വളരെ ഗൗരവത്തോടു കൂടി ഇണകൾ തമ്മിൽ മനസ്സിലാക്കേണ്ട, ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇനി അവസാനമായിട്ട് പറയുന്നത് എന്താണ്? ദിവസത്തിൽ ഒരിക്കലെങ്കിലും വാക്കിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുക. നിങ്ങൾക്ക് എത്ര സമയം പറ്റുമോ അത്രയും സ്നേഹം പ്രകടിപ്പിക്കുക. ഒരിക്കലെങ്കിലും, നിർബന്ധമായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. ആ കുടുംബജീവിതം വളരെ മനോഹരമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യ ബന്ധം ശക്തിപ്പെടുന്നതാണ്. ആ ജീവിതത്തിൽ സന്തോഷം വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നല്ല സന്തോഷം വരുന്നതാണ്. ഇത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇത് നിങ്ങളുടെ ഇണകളോട് പരസ്പരം ഈ വിഷയം നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതുപോലെ ആവാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ഖൈർ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ, സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ഇവിടത്തെ പോലെ നാളെ അവിടെയും ഹബീബായ നബി തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.